അരുവിക്കര ശിവ പാർക്ക് കാടുകയറി നശിക്കുന്നു. അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധം. അരുവിക്കര ഡാമിനോട് ചേർന്നുള്ള ശിവ പാർക്ക് കാടുകയറി നശിക്കുന്നു. 2015-16 കാലയളവിൽ അന്ന് MP ആയിരുന്ന സമ്പത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുട്ടികൾക്കായി ഈ പാർക്ക് നിർമ്മിച്ചത്. എന്നാൽ നിലവിൽ അതീവ ശോചനീയാവസ്ഥയിലാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. പാർക്കിലെ കളിസ്ഥലങ്ങളും വിനോദോപാധികളും പൂർണ്ണമായും തകർന്ന് ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നു. പരിസരം കാടുപിടിച്ചതോടെ ഇഴജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം രൂക്ഷമാണ്. സാമൂഹിക വിരുദ്ധരുടെ താവളമായി പാർക്ക് മാറിയെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. പാർക്കിന് സമീപം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും കാര്യക്ഷമമായ നിരീക്ഷണമോ പെട്രോളിംഗോ നടക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പാർക്കിന്റെ പുനരുദ്ധാരണത്തിനായി MP സുരേഷ് ഗോപി ഫണ്ട് അനുവദിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് നിരസിക്കപ്പെട്ടതായും BJP ആരോപിക്കുന്നു. അടിയന്തരമായി ഇടപെട്ട് ഡാമും പാർക്കും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്ന് അരുവിക്കര BJP മണ്ഡലം നേതാവും സൗത്ത് ജില്ലാ കമ്മിറ്റി അംഗവുമായ മുണ്ടേല അരുൺ, വെമ്പന്നൂർ ശ്രീജിത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ ശിവ പാർക്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം 10 വർഷക്കാലത്തിന് മുമ്പ് സമ്പത്ത് MP ഏകദേശം 3 ലക്ഷം രൂപ മുടക്കി ശിവ പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനം നടത്തുകയുണ്ടായി. പക്ഷേ ഇന്ന് ആ ശിവ പാർക്കിനകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ ശിവ പാർക്കിനകത്ത് കുട്ടികൾക്ക് കളിക്കുവാനുള്ള നിരവധി കളിക്കോപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ തുക ചെലവഴിച്ചത്. പക്ഷേ ഇന്ന് ആ കളിക്കോപ്പുകൾ പലതും തന്നെ പ്രവർത്തന രഹിതമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് അതിനകത്തുള്ളത്. മാത്രവുമല്ല, അതിനകത്തൊരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഹൈമാക്സ് ലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് പ്രവർത്തനമില്ല. അതിനകത്ത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6:30 വരെ പ്രവർത്തനത്തിനുള്ള ആ ശിവ പാർക്കിനകത്ത് 6 മണിക്ക് ശേഷം ഒരു വ്യക്തി അതിനകത്തേക്ക് കടന്നു ചെന്ന് ഒരു ഇരുട്ട് വിടുന്ന അവസ്ഥയാണെങ്കിൽ അതിനകത്ത് യാതൊരുവിധ വെളിച്ചവുമില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് അതിനകത്ത് കാണുവാൻ കഴിയുന്നത്. മാത്രവുമല്ല, കുട്ടികൾ അതിനകത്തേക്ക് കളിക്കുവാനിറങ്ങുമ്പോൾ പലരും പല റൈഡുകൾ ഇതിനകത്ത് കളിക്കോപ്പുകളിലും കയറുമ്പോൾ ആ കളിക്കോപ്പുകൾ കയറി ചെല്ലുന്ന ആ വഴികളിലെല്ലാം തന്നെ ആ കുട്ടികളുടെ പൊക്കത്തിന് കാടുകൾ വളർന്ന് അതിനകത്ത് ഇഴജന്തുക്കളും അതേപോലെ തന്നെ തെരുവ് നായ്ക്കളും അടങ്ങുന്ന ഒരു സംഘം തന്നെ അതിനകത്ത് സ്ഥിതി ചെയ്യുന്നൊരു സാഹചര്യമാണ്. മാത്രവുമല്ല, ഇന്ന് ആ ശിവ പാർക്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിട്ട് ആ ശിവ പാർക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഏകദേശം ഒരു 5-10 വർഷത്തിന് ഇപ്പുറം സുരേഷ് ഗോപി MP ആയിരുന്ന സമയത്ത് ഞങ്ങൾ സുരേഷ് ഗോപി ഇവിടെ ഡാം സർവേകൾ കൊണ്ടുവരികയും ഇവിടുത്തെ പ്രശ്നങ്ങളെ എല്ലാം കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് പറയുകയുണ്ടായി, ശിവ പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് ഞാൻ ഫണ്ട് അനുവദിക്കാം, അതുപോലെ തന്നെ ഒരു ഹൈമാക്സ് ലൈറ്റ് ഞാൻ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് അത് അനുവദിക്കാം, അതുപോലെ തന്നെ ഡാമിൻ്റെ ശുദ്ധജല ടൗണിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായതിനാൽ ഇവിടുത്തെ മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നത് മാറ്റുന്നതിനുള്ളൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയാൽ അതിനുവേണ്ടി ഫണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞ് അന്ന് വാട്ടർ അതോറിറ്റിയുടെ AXയുമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി അന്ന് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി ചെന്ന് സുരേഷ് ഗോപി MPയുടെ നേതൃത്വത്തിൽ. അദ്ദേഹവുമായി സംസാരിച്ച സമയത്ത് ഞങ്ങൾ ഇത് തീരുമാനിച്ച് ആലോചിച്ച് പറയാമെന്ന് പറയുകയും പക്ഷേ പിന്നെ എന്തോ ആ ഒരു രാഷ്ട്രീയ ഇടപെടൽ അത് BJPക്ക് ഒരു പക്ഷേ അത് നേട്ടമുണ്ടായി പോകുമോ അല്ലെങ്കിൽ BJPയുടെ അഡ്രസ്സിലേക്ക് അത് മാറിപ്പോകുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം. അത് എന്തുകൊണ്ടായാലും അത് ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞില്ല. GTV ന്യൂസ് റിപ്പോർട്ടിംഗ് വിനോദ് അരുവിക്കര.